ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബറാത്ത് നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. അപ്പോൾ കുറേ നാളായില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ കുറേ നാളിന് ശേഷമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് കിടക്കാം. അപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ ഞാൻ പണി തുടങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ സ്നാക്സ് ഒന്ന് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഇന്നലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളെ ഇറച്ചിപ്പത്തിലുണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഇതാ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 3 സവാള ചെറുതായിട്ട് കട്ടാക്കിയിട്ട് അതിട്ട് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച വരെ നമുക്ക് നല്ലപോലെ എല്ലാ സ്നാക്സും ആക്കി വെക്കാം കേട്ടോ. ഏകദേശം നമ്മൾ കഴിഞ്ഞ റമദാനത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിന് ഉന്നക്കായും സമൂസൊക്കെ ആക്കിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള സ്നാക്സൊക്കെ ആക്കിയിട്ട് വെക്കാം കേട്ടോ. ഇതൊക്കെ നമുക്ക് ഒരാഴ്ച വരെ നമുക്ക് ഇതുപോലെ തന്നെ വെക്കാം. ഒരാഴ്ചയിൽ കൂടുതൽ വെക്കുന്നവരുണ്ട് കേട്ടോ. നമ്മളെന്തായാലും ഒരാഴ്ച വരെ ഒന്നും എന്തായാലും എത്തലില്ല കേട്ടോ. നമ്മളപ്പം തന്നെ ഫ്രൈ ചെയ്തിട്ട് ഇതാക്കലാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള മാത്രം അങ്ങനെ കുറേ ആളുണ്ടെങ്കിൽ കുറേ സ്നാക്സൊക്കെ ആക്കിയിട്ട് ഫ്രീസറിൽ വെക്കാം കേട്ടോ. അതാകുമ്പോൾ നമുക്ക് നോമ്പിന് പണി എളുപ്പമാണ്. കുറച്ച് നേരത്തെ എടുത്ത് പുറത്ത് വെച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്യാനല്ലേ ഉള്ളൂ. അപ്പോൾ അതാ ഉള്ളി നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടാകുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3 കൂടി ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതാകുമ്പോൾ നമുക്ക് ബീഫ് കറി വെക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അതിൽ നിന്ന് കുറച്ച് പീസ് എടുത്ത് മാറ്റി നമുക്ക് ഇങ്ങനെ മസാലയൊക്കെ ആക്കിയിട്ട് നമുക്ക് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഈസി ആണല്ലോ. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടിയും പിന്നെ ബീഫ് മസാലയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കുരുമുളകൊക്കെ നിങ്ങൾ എരിവിനനുസരിച്ച് നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. അത്യാവശ്യം നല്ല എരിവ് ഉണ്ടായിക്കോട്ടെ, അപ്പോൾ ആണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ വേറെ പൊടികളൊന്നും ഇതിൽ ചേർക്കില്ല കേട്ടോ. നമ്മൾ ഇത്ര മാത്രമേ ചേർക്കലുള്ളൂ. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറിയിട്ടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ബീഫ് ക്രഷ് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബീഫ് നമുക്കിങ്ങനെ കറി വെക്കുന്ന സമയം തന്നെ നമുക്ക് കുറച്ചെടുത്ത് വെച്ചാൽ ഇതുപോലെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയോണ്ട് എനിക്കിപ്പോൾ വേറെ പണിയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ക്രഷ് ചെയ്തിട്ട് ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് ബീഫും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 2 മിനിറ്റ് അടിച്ച് വെക്കാം. നമ്മുടെ മസാലയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇന്നലത്തെ വീഡിയോ ഒന്നും ഞാൻ ഇതിൽ എടുത്തിട്ടില്ല കേട്ടോ. ഇന്നലെ പിന്നെ നമ്മൾ കാടിയായിരുന്നു ആക്കിയിട്ടുണ്ടായത്. ആ കായൊക്കെ ഇട്ടിട്ടില്ലേ, ഒരു കുറുക്കിയെടുക്കുന്ന ആ സംഭവമാണ് ആക്കിയിട്ടുണ്ടായത്. പിന്നെ ബീഫ് ബിരിയാണി അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ടായതാണ്. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ പിന്നെ ഇറച്ചിപ്പത്തിൻ്റെ വീഡിയോ മാത്രമേ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ കായ്ക്കറിൻ്റെ വീഡിയോ ഒക്കെ കഴിഞ്ഞ റമദാനിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വേറെ അങ്ങനത്തെ വീഡിയോ ഒന്നും ഇടായിരുന്നു. പിന്നെ നമുക്ക് ഈ പിന്നെ ഇറച്ചിപ്പത്തിരിക്ക് വേണ്ട മാവൊന്ന് റെഡിയാക്കി എടുക്കുക. ഇതിനായിട്ട് 2 കപ്പ് മൈദയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സാക്കിയ ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ സമൂസ അല്ല, ഇറച്ചിപ്പത്തിന് നല്ല ഓവർ ഉറപ്പൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ കടിച്ചാൽ ഇങ്ങനെ വരാത്ത പോലെ ഉറപ്പിലായിരിക്കും ഉണ്ടാകുക. അപ്പോൾ നല്ലോണം നമ്മൾ കുഴച്ചാൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ കുഴച്ചെടുത്ത മാവ് 4 ബോൾസായിട്ടാണ് എടുത്തിട്ടുള്ളത്. നമുക്കത് നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കാം. പരത്തുന്ന സമയം നമുക്ക് എത്രത്തോളം നൈസായിട്ട് പരത്താൻ പറ്റുമോ അതിനനുസരിച്ച് നൈസായിട്ട് പരത്തിയെടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ആദ്യം 2 എണ്ണം ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പിന്നെ ഈ ഇറച്ചിപ്പത്തിൻ്റെ അച്ചുണ്ടെങ്കിൽ അതിൽ നമുക്ക് പെട്ടെന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. ആദ്യം 2 എണ്ണം ഒന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ പരത്തിയെടുത്ത ഒരു ചപ്പാത്തി നമുക്ക് ഇതിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കിങ്ങനെ 4 ഭാഗത്തായിട്ട് ഇങ്ങനെ ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു അടപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്ലാസ്സോ വെച്ച് നമുക്കിത് കട്ടാക്കുന്ന ആ ഒരു രീതിയിൽ അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക 4 ഭാഗത്തായിട്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ച് വലുപ്പത്തിൽ വേണമെങ്കിൽ ചെയ്യുക, ചെറുതായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മറ്റേ നമ്മൾ പരത്തിയിട്ടില്ലേ അത് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ഒരു ഗ്ലാസ് വെച്ചോ അടുപ്പ് വെച്ചോ ഇതുപോലെ ഒന്ന് കട്ടാക്കി കൊടുക്കാം കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് ഈസിയാണ്.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം കേട്ടോ. കൂടുതൽ നമ്മളിപ്പോൾ ഇറച്ചിപ്പത്തിൽ ഈ ഒരു ഷേപ്പിൽ തന്നെയല്ല ചെയ്യൽ, റൗണ്ടിൽ തന്നെയാണ് നമ്മളൊക്കെ ഉണ്ടാക്കൽ. അപ്പോൾ സമൂസൻ്റെ രീതിയിൽ അങ്ങനെ വേണമെങ്കിൽ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. എന്നിട്ടിതാ ഇതിൻ്റെ സൈഡ് ഞാൻ ഇതുപോലെ ഒന്ന് പിരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിരിച്ചെടുക്കൽ തന്നെയാണ് ഈ ഇറച്ചിപ്പത്തിരിക്ക്. അല്ലാതെ നിങ്ങൾക്ക് പ്രസ് ചെയ്തിട്ട് ആടെ ഒട്ടിച്ചെടുക്കുന്ന അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇറച്ചിപ്പത്തിരി എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു പിരിച്ചെടുത്തിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലായത് ഇറച്ചിപ്പത്തിരിയാണെന്നില്ല കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ റെഡിയാക്കിയെടുക്കാൻ ഇപ്പോൾ ഇതുപോലെ ഒന്ന് പിരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പിരിച്ചെടുക്കുമ്പോൾ കുറച്ച് സമയം പോകും, അത്ര തന്നെ. അപ്പോൾ കുറച്ച് എളുപ്പത്തിലാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇറച്ചിപ്പത്തിൻ്റെ അച്ചിലൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് ഇട്ടാൽ മതി കേട്ടോ. ഇതുപോലെ തന്നെയാണ് ഞാൻ കുറച്ചൊക്കെ ആക്കിയിട്ടുള്ളത്. പിന്നെ ഞാൻ സമൂസൻ്റെ ഒരു രൂപത്തിൽ അങ്ങനെ ആക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇതുപോലെ ഫോർക്ക് വെച്ചൊന്ന് സൈഡൊന്ന് ഇങ്ങനെ പ്രസ്സാക്കി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ചെയ്തത് ഈ ഒരു രീതിയിലാണ്. ഞാനിപ്പോൾ ഇത് മാവ്, ചപ്പാത്തി മാവ് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മടക്കിയെടുത്തിട്ടാണ്. അപ്പോൾ നമുക്ക് ഒരു ഇങ്ങനെ കള്ളിയായിട്ട് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയാണ്. നമുക്കപ്പോൾ മസാല നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആവില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു അടയാളം വരാൻ വേണ്ടി അങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയെടുത്തിട്ട് ഇപ്പോൾ 2 ഭാഗത്തായിട്ട് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 ഭാഗത്ത് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് നേരെ ഒന്ന് മടക്കിയിട്ട് കട്ടാക്കി എടുക്കലാണ്. അപ്പോൾ നമ്മൾ സമൂസൻ്റെ രീതിയിൽ ഇത് കുറച്ച് വലുപ്പത്തിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വലുപ്പത്തിലാണെങ്കിൽ ഈസിയാണ്, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ചെറുതാകുമ്പോൾ കുറച്ച് സമയം പിടിക്കും, അങ്ങനെയുള്ളൂ. പിന്നെ നമുക്കധികവും നിങ്ങൾ എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് ആക്കിയിട്ട് ഫ്രീസറിൽ വെക്കാം കേട്ടോ. എന്നിട്ട് ഇത് ഇങ്ങനെ മടക്കിയ ശേഷം നടുവിലേക്കൂടെ ഒരു കട്ട് കൊടുക്കാം. പിന്നെ സൈഡൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കാം കേട്ടോ. ഒന്ന് കട്ടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് സൈഡൊന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഫോർക്ക് വെച്ച് ഇതുപോലെ സൈഡൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, അളകി ഫില്ലിങ് പുറത്ത് വരാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ എല്ലാം റെഡിയാക്കി എടുത്ത ശേഷം ഇതുപോലെ ഒരു പാനിൽ വെച്ചിട്ട് ഒന്ന് ഓയിലൊന്നും ആക്കേണ്ടതില്ല, ജസ്റ്റ് അപ്പുറം ഇപ്പുറം ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ, ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതുപോലെ 2 സൈഡും ഒന്ന് ചൂടാക്കിയിട്ട് തണുത്ത ശേഷം നമ്മൾ ബോക്സിലാക്കിയിട്ട് ആണ് കേട്ടോ ഫ്രീസറിലാണ് കേട്ടോ വെക്കൽ. ഇങ്ങനെ 2-3 സ്നാക്സൊക്കെ ആക്കി വെച്ചാൽ നമുക്ക് നോമ്പിന് ഒരുപാട് നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമുക്കിങ്ങനെ ഇടയ്ക്ക് എപ്പോഴും സ്നാക്സ് വേണ്ടി വരില്ലല്ലോ. അപ്പോൾ നമുക്ക് തോന്നുമ്പോൾ നമുക്ക് വേഗം എടുത്ത് ഫ്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ പണിയുമില്ല ഇങ്ങനെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ റോളും ഉന്നക്കായ അങ്ങനെയൊക്കെ, ഉന്നക്കായ്ക്കൊക്കെ കുറേ പണിയുള്ളതല്ല, അതൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും കടിയുമായി, പിന്നെ നമുക്ക് പണിയും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ അടിച്ചു വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ എടുത്ത് പൊരിക്കാം കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ നമുക്ക് നോമ്പ് മുറിക്കാനുള്ള കടി എന്ന് പറയുന്ന ഈ ഒരു ഇറച്ചിപ്പത്തിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ആദ്യം ഞാനൊന്ന് ഫ്രൈ ചെയ്യാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഉമ്മ കൂന്തൽ വറവൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂന്തലാണ് കേട്ടോ ഇന്ന് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കൂന്തൽ വറവാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിൻ്റെ പരിപാടി ഉമ്മ അപ്പുറത്തുനിന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് സ്നാക്സൊക്കെ ആക്കാമെന്ന് വിചാരിച്ച് പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നും ആക്കിയിട്ടില്ല കേട്ടോ. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വത്തക്ക ജ്യൂസ് ആക്കണം. അപ്പോൾ വത്തക്ക വെള്ളം മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ വത്തക്ക വെള്ളമാകുമ്പോൾ നമുക്ക് ദാഹത്തിന് നല്ലതാണല്ലോ, കുറേ കുടിക്കുകയും ചെയ്യുക. അപ്പോൾ ജ്യൂസിനേക്കാളും കുറച്ചുകൂടി വത്തക്ക വെള്ളത്തോടാണ് താല്പര്യം. അങ്ങനെ പിന്നെ വത്തക്ക വെള്ളം ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഫ്രൂട്ട്സൊക്കെ കട്ടാക്കി സ്നാക്സൊക്കെ വെച്ചൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാങ്ക് കൊടുക്കേ വേണ്ടു കേട്ടോ. അങ്ങനെ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മളെല്ലാവരും നോമ്പൊക്കെ മുറിച്ചിട്ടാം. അപ്പോൾ നോമ്പൊക്കെ മുറിച്ചിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാം. കുറേ വൈകും കേട്ടോ ഫുഡ് കഴിക്കുമ്പോൾ. അപ്പോൾ പിന്നെ ആക്കിയിട്ടുണ്ടായ ദോശയാണ് കേട്ടോ, ദോശയും അതുപോലെ തന്നെ കൂന്തൽ വറവാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. പ്രത്യേകിച്ച് ബറാത്തിൻ്റെ രാവാണെങ്കിൽ നമ്മൾ അടിപൊളിയാക്കാം, പായസവും നല്ല ഫുഡൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇന്ന് സിമ്പിളായിട്ട് മതി എന്നിട്ട് അങ്ങനെ ആക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻ്റ് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.